ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നഷ്ടത്തിലാവില്ല. ഒന്നാമതായിട്ട് ലൊക്കേഷൻ. നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ലൊക്കേഷനെ കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്യാം. അവിടുത്തെ നിലവിലെ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ നിയർ ബൈ സ്കൂൾസോ ഷോപ്പിംഗ് മാൾസോ ഹോസ്പിറ്റൽസോ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് ഡെവലപ്പർ ക്രെഡിബിലിറ്റി. നിങ്ങൾ ഏത് ഡെവലപ്പറുടെ പ്രൊജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഡെവലപ്പറുടെ കഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രൊജക്റ്റ് ഓൺ ടൈമിനോടെ ഹാൻഡ് ഓവർ ചെയ്തെന്നുള്ളത് കൺഫേം ആക്കാം. മൂന്നാമതായിട്ട് പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ്. റിയൽ എസ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോലാണ് പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ചുറ്റുപാടുള്ള പ്രൊജക്റ്റുകളുടെയും പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നാലാമതായിട്ട് ക്വാളിറ്റി. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഡെവലപ്പറുടെ ക്വാളിറ്റി നിങ്ങൾ എന്തായാലും അവരുടെ കഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രൊജക്റ്റ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് ഉറപ്പുവരുത്തണം. അഞ്ചാമതായിട്ട് പേയ്മെൻറ്റ് പ്ലാൻ. നിലവിൽ UAE ഓരോ ഡെവലപ്പേഴ്സും ഓരോ രീതിയിലുള്ള പേയ്മെൻറ്റ് പ്ലാനുകളാണ് അവതരിപ്പിക്കുന്നത്. 40-60, 50-50, 60-60 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ 40-60, 40% ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. അതായത് നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വില്ലയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോ ഘട്ടത്തിലായിട്ട് പേയ്മെൻറ്റ് 40% ഡെവലപ്പർക്ക് കൊടുക്കണം. 60% കീ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഡെവലപ്പർക്ക് കൊടുക്കണം. കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം.